നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശിക പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഈ കുടിശ്ശിക ഇങ്ങനെ വന്നതുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു എന്ന് കാട്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വിൻസെന്റ് MLA ആകും നോട്ടീസ് നൽകുക. മേഘ്ന മുരളിയാണ് ചേരുന്നത്. മേഘ്ന, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പറയൂ, നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം, അത് ഏത് രീതിയിലാകും കാര്യങ്ങൾ അവതരിപ്പിക്കുക? വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രജിൻ. കഴിഞ്ഞ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് നിയമസഭ വീണ്ടും പുനരാരംഭിക്കുന്നത്. അതിൽ കഴിഞ്ഞ സഭ സമ്മേളിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ പല വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആശാസമരം അടക്കമുള്ള വിഷയങ്ങളിൽ സഭയിൽ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് സഭ പുനരാരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബജറ്റിന്മേലുള്ള ചർച്ച തുടരുമെന്നുള്ളതാണ്. ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട്. കൂടാതെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തന്നെയാണ്. ക്ഷേമ ബോർഡിലെ ഒരു കുടിശ്ശിക അത് പലതരത്തിലും ബാധിക്കുന്നു, അത് ജനങ്ങളെ ബാധിക്കുന്നു എന്ന് പ്രതിപക്ഷം സഭയിൽ ഉയർത്താൻ സാധ്യതയുണ്ട്. കൂടാതെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത്. വിൻസെന്റ് MLA ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നുണ്ടാവുക. കൂടാതെ ഇതിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സർക്കാരിന്റെ മുൻഗണനകൾ മാറുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ സർക്കാരിന്റെ ഈ പെൻഷൻ നൽകുന്നതിലടക്കമുള്ള മുൻഗണനകൾ മാറുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് ചോദ്യോത്തര വേളയിലെ ചർച്ചകൾ കൂടി ഉണ്ടാകും. അതിൽ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയിലെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീണ്ടുപോകുന്ന വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾ കൂടി ചോദ്യോത്തര വേളയിലും പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് സഭയിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. അത് ഒരു പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളിലേക്കോ നീങ്ങുമോ, വാക്തർക്കങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മേഘ്ന മുരളിയാണ്. അപ്പോൾ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പോക്കറ്റിലുണ്ട്. അതെങ്ങനെയാണ് സഭയിൽ ഉന്നയിക്കപ്പെടുന്നത്, അതിനെങ്ങനെ ഭരണപക്ഷം പ്രതിരോധിക്കുമെന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, അത് മാത്രമല്ല തിരുവനന്തപുരത്തൊക്കെ നല്ല ചൂടാ പ്രജി. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നല്ലോ, എനിക്ക് തോന്നി എറണാകുളത്തെക്കാളും ചൂട് കൂടുതൽ തിരുവനന്തപുരത്ത്. പിന്നെ ഇന്നലെ കൊല്ലത്തുനിന്ന് കണ്ടതും അത് തന്നെയാണ്. അത് പറഞ്ഞില്ല, പോയ കാര്യങ്ങളോട് പറയണല്ലോ. ഒരു അവാർഡ് വാങ്ങാൻ പോയതാണ് അല്ലെ, APJ അബ്ദുൽ കലാം അല്ലെ ട്രസ്റ്റിന്റെ, അതെ, അവിടെ സ്റ്റഡി സെന്ററിന്റെ ഒരു അവാർഡാണ് ഇത്തവണത്തെ നാരി ശക്തി പുരസ്കാരം. എനിക്ക് തോന്നുന്നു ഈ വനിതാദിനത്തിലാണത്. അതെ, വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് വനിതകൾക്ക് അങ്ങനെ ആ പുരസ്കാരം കിട്ടിയിരുന്നു. അതിലൊരാളായിരുന്നു ഞാനും. നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഒരുപാട് നാളിന് ശേഷം പരിചയം പുതുക്കലും സൗഹൃദം പുതുക്കലും ഒക്കെ അതിനും കൂടിയുള്ള ഒരു വേദിയായിരുന്നു. ചോദിച്ചിരുന്നു എവിടെയാണ് സ്മിത, ഇപ്പം മനസ്സിലായല്ലോ ഇവിടെ പോയത്.